ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് ടൈം ആണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ കടൽ മച്ചാൻ എന്ന് പറയപ്പെടുന്ന വിഷ്ണു അഴീക്കൽ, പുള്ളിക്കാരൻ്റെ അമ്മയും കൂടി റീസെൻ്റ് ആയിട്ട് ഒരു 2 weeks മുന്നേ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ റീല് ഇൻസ്റ്റാഗ്രാമിൽ കാണാനിടയായി. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഒന്നുമില്ല, ഒരു കിംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ആണ്. നമുക്ക് ഒന്ന് കണ്ടുനോക്കാം. ഹോസ്പിറ്റൽ മേഖലയിൽ നല്ലൊരു മക്കളെ, നിങ്ങൾ 10ാം ക്ലാസ്സും +2 കഴിഞ്ഞ മക്കളുമാരാണോ? കോഴ്സ് പഠിക്കാൻ ചെലവാകുന്ന തുക കറക്റ്റ് 1 വർഷം കൊണ്ട് റിട്ടേൺ കിട്ടുന്ന കേരളത്തിലെ ഏക ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടാന്നല്ലേ? നമ്മളിപ്പോൾ ഉള്ളത് അടൂരിലാണ്. അടൂരിലുള്ള കിംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ ആൻഡ് ടെക്നോളജിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ വരുന്ന കുട്ടികളെല്ലാം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പോലെ തന്നെയാണ്. പിന്നെ ഇവിടെ വരുന്ന കുട്ടികൾക്കെല്ലാം 100% പ്ലേസ്മെന്റ് ഉണ്ട്. അടൂര് നയനം തിയേറ്ററിന് ഓപ്പോസിറ്റ് ഉള്ള SG ബിൽഡിംഗിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിന്റെ 3rd ഫ്ലോറിലാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നെ ഇതാണ് കേട്ടോ ഇവിടുത്തെ ക്ലാസ് മുറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർമാരൊക്കെ സോ ഫ്രണ്ട്ലിയാണ്. അപ്പൊ എന്തൊക്കെ കോഴ്സാന്നല്ലേ? നമുക്ക് ഇവിടെ മെഡിക്കൽ കോഡിംഗ് പഠിക്കാം, അതേപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാം, ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പഠിക്കാം. അതേപോലെ തന്നെ ഇവിടെ റേഡിയോളജിയും GDA അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ജെറിയാട്രിക് കെയർ കോഴ്സ് ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് കുട്ടികളൊക്കെ റെഡിയാണ്. ഇവിടുത്തെ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ചോദിക്കാം. ഞാൻ MLT സ്റ്റുഡന്റ് ആണ്. അടിപൊളി. നിങ്ങൾ എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പൊ എല്ലാരും റെഡി അല്ലേ? നമ്പരും അപ്പോൾ കണ്ടല്ലോ അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് കടൽ മച്ചാൻ എന്നറിയപ്പെടുന്ന വിഷ്ണുവിനോട് പറയാനുള്ളത്, നിങ്ങൾ ഇതുപോലെയുള്ള എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചിട്ട് ചെയ്യുക. അതിൽ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ളതാണോ, അതുപോലെ നമുക്ക് PSC പോലുള്ള സംഭവങ്ങൾ എഴുതാൻ പറ്റുമോ, എബ്രോഡ് പോകാൻ പറ്റുമോ, അങ്ങനെയുള്ള പല പല കാര്യങ്ങളും അത് ഡീറ്റെയിൽ ആയി അന്വേഷിച്ചിട്ട് മാത്രം ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെയൊക്കെ ഈ പ്രൊമോഷൻ വീഡിയോസ് കണ്ടിട്ട് നിങ്ങളൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉള്ള വലിയൊരു മഹാനായ വ്യക്തിയാണ്. അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ കടൽ മച്ചാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ട് അമ്മ അല്ലെങ്കിൽ അച്ഛ എന്ന് പറഞ്ഞിട്ട് ഇതുപോലുള്ള ഉടായിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചാടി ചെന്ന് അവരുടെ ഭാവി തന്നെ അപകടത്തിലേക്കാക്കുന്ന രീതിയിൽ പോകാൻ ചാൻസ് ഉണ്ട്. വേറെ ഒന്നുമല്ല പറയാൻ കാരണം, ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പേഴ്സണലായി വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു കസിന് വേണ്ടിയിട്ട് ഒരു കോഴ്സിനെ പറ്റി അന്വേഷിക്കുന്ന രീതിയിൽ ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മറുപടി അവർ പറയാൻ തയ്യാറായിട്ടില്ല. ജസ്റ്റ് സ്ക്രീൻഷോട്ട് സൈഡിൽ കാണിക്കാം. കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിച്ച സമയത്ത് അവരവിടെ നേരിട്ട് ചെന്ന് അന്വേഷിച്ചാൽ മാത്രമേ അവർക്കത് പറയാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തന്ന മറുപടി. അവർ നല്ലൊരു സ്ഥാപനമാണ്, ഉടായ്പൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അവരെനിക്ക് വാട്സപ്പിലൂടെ റിപ്ലൈ തന്നുകൂടാ? ഫസ്റ്റ് ഓഫ് ഓൾ അതാണ്. പിന്നെ രണ്ടാമത്തെ സെക്കൻഡ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു ആഡ് ഉണ്ട്, ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കാം. ഇതിൽ അവർ പറയുന്നത് ഇത് UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു കോഴ്സ് ആണെന്നാണ് ഇവർ പറയുന്നത്. UGC എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, അതിന്റെ അണ്ടറിൽ ഒരുപാട് അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പൊ ഇവർ ഇതിനകത്ത് UGC അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏത് യൂണിവേഴ്സിറ്റിയാന്ന് ഇവർ പറഞ്ഞിട്ടില്ല. അത് ഒന്നാമത്തെ ഉടായ്പാണ്. രണ്ടാമത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കോഴ്സൊക്കെ കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് അവർ നമ്മളോട് പറയുക അവിടെ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറയുന്നത് കേട്ടു, അല്ലെങ്കിൽ ഇവിടെ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറയുന്നത് കേട്ടു, നിങ്ങൾ അവിടെ പോയി അന്വേഷിച്ച് നോക്കിക്കോ എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന മാത്രമാണ് പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഈ കടൽ മച്ചാൻ ചെയ്തിട്ടുള്ള ഈ പ്രൊമോഷൻ വീഡിയോസിനകത്ത് ഒരു ടീച്ചർ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഞങ്ങൾ 100% പ്ലേസ്മെന്റ് നൽകുന്നതാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി നൽകും. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരുപാട് പെൺകുട്ടികൾ നമുക്ക് കയറി നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് പെൺകുട്ടികൾ വന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ പേര് അശ്വതി, എൻ്റെ പേര് ആതിര എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സ്വയം ഇങ്ങനെ പറയുകയാണ്, ഞാൻ ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇന്ന കോഴ്സ് കഴിഞ്ഞിറങ്ങിയ വ്യക്തിയാണ്, എനിക്ക് ഇന്ന അവിടെയുള്ള ഒരു ഷോപ്പ് പോലത്തെ ചെറിയ ചെറിയ കുഞ്ഞു സ്ഥാപനങ്ങളിൽ ട്രെയിനിങ്ങിന് കയറി എന്ന് മാത്രമാണ് പറയുന്നത്. 3-4 മാസത്തെ ട്രെയിനിങ് മാത്രമാണ്, ജോലിയല്ല. അപ്പൊ ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം, നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാലറി ഒന്നുമില്ല, വിത്തൗട്ട് സാലറി ആണ്. ചുമ്മാ അവിടെ പണിയെടുക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ. അപ്പൊ കുട്ടികളെ നോക്കുമ്പോൾ എന്താ, പഠിച്ചിറങ്ങിയ ഉടനെ ഇന്ന സ്ഥാപനത്തിൽ ഞങ്ങൾക്ക് ട്രെയിനിങ് കയറി കിട്ടി, ഇതാണ് കുട്ടികളുടെ മനസ്സിൽ. ഇപ്പൊ അത് വെച്ചിട്ടാണ് അവർ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് പേരുടെ പ്രൊമോഷൻസ് ഒന്നുമില്ല, കുറച്ച് പെൺകുട്ടികൾ മാത്രം 2-3 വീഡിയോസ് അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതൊന്നും ജോലി കിട്ടി എന്നല്ല പറയുന്നത്. ഇന്ന സ്ഥാപനത്തിൽ ഞങ്ങൾക്ക് ട്രെയിനിങ്ങിന് കയറി, പിന്നെ സ്ഥാപനത്തിന്റെ കുറെ പൊക്കി അടിച്ച് പറയുന്നുണ്ട്. പിന്നെ വേറൊരു വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കാണാത്ത എന്താ യൂണിഫോം ഫ്രീ, സ്റ്റഡി മെറ്റീരിയൽസ് ഫ്രീ, അതുപോലെ ബസ് കൺസെഷൻ, ഹോസ്റ്റൽ, അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അതികഠിനമായിട്ടുള്ള ഹെവി വാഗ്ദാനങ്ങളൊക്കെയാണ് ഇവർ കൊടുത്തേക്കുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെയൊക്കെ കൊടുത്തിട്ടുള്ളത്.
പിന്നെ മൂന്നാമത്തെയാണ് അതിലും വലിയ ഉടായിപ്പ്. നമ്മുടെ ഈ പാരാമെഡിക്കൽ റിലേറ്റഡ് കോഴ്സുകളൊക്കെ നമ്മൾ കോളേജിൽ പോയി വിത്ത് പ്രാക്ടിക്കൽ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കോഴ്സ് നമുക്ക് വിജയകരമായി പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. ഇവർ കൊടുക്കുന്ന ഏറ്റവും വലിയ വാഗ്ദാനമാണ്, ഇപ്പൊ പുറത്ത് ജോലിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ, വേറെ ഏതെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഓൺലൈനായിട്ട് പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കാമെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഓൺലൈനായിട്ട് പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പൊ അതാണ് മൂന്നാമത്തെ ഒരു ഉടായിപ്പ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ സ്ഥാപനത്തിന് അധികം കുറ്റം പറയാനോ ഒന്നും നിൽക്കുന്നൊന്നുമില്ല. കാരണം നമ്മുടെ മല്ലു ഫാമിലി കാണിച്ച സമയത്ത്, മല്ലു ഫാമിലി ഒരു സർട്ടിഫിക്കറ്റ് റിലേറ്റഡ് ഇഷ്യൂ ഉണ്ടായ സമയത്ത് എന്നെ ഒരുപാട് പേര് വന്നിട്ട് പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട്. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾ അവിടെ പോയാണെങ്കിൽ പോയി പഠിച്ചോട്ടെ, ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ പോയി പഠിച്ചോട്ടെ. പക്ഷെ നിങ്ങളെ പോലെയുള്ള ഈ കടൽ മച്ചാനെ പോലെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് പോയിട്ട് ദയവായിട്ട് അതിനൊരു പ്രൊമോഷൻ കൊടുക്കാതിരിക്കുക. കാരണം ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് PSC എഴുതാൻ പറ്റില്ല, അബ്രോഡ് ജോലിക്ക് പോകാൻ പറ്റില്ല, എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തന്നെ പറ്റൂല. ഏതെങ്കിലും ചെറിയ സ്ഥാപനങ്ങളിൽ വളരെ തുച്ഛമായ സാലറിക്ക് കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, ഇതാണ് അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയുന്നത്, ഇതുപോലുള്ള എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊമോഷൻസ് ചെയ്യാതിരിക്കുക. ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ട് അന്വേഷിച്ചിട്ട് മാത്രം ചെയ്യുക. അല്ലാതെ പൈസയ്ക്ക് വേണ്ടിയിട്ട്, ചിലപ്പോൾ 10,000-50,000 രൂപ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ട് വളർന്നു വരുന്ന കുട്ടികളുടെ ഭാവി ദയവേത് തൊലയ്ക്കരുത്, എൻ്റെ ഒരു അപേക്ഷയാണ്. പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും അറിവിലേക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം പറയാണ്. നമ്മുടെ ഈ പാരാമെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, ഇപ്പം പാരാമെഡിക്കൽ അല്ലാതെ ഇപ്പം നഴ്സിംഗ് ആയിക്കോട്ടെ, ഫാർമസി ആയിക്കോട്ടെ, MLT ആയിക്കോട്ടെ, റേഡിയോളജി ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള പിന്നെ കുറച്ച് പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ നമ്മുടെ ഏത് സംസ്ഥാനത്തു നിന്നാണോ നമ്മൾ പഠിച്ചിറങ്ങുന്നത് അവിടെയുള്ള ആ സ്റ്റേറ്റിൻ്റെ പാരാമെഡിക്കൽ കൗൺസിൽ എന്ന് പറഞ്ഞ ഒരു കൗൺസിലുണ്ട്. ആ കൗൺസിലിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആണ്. എങ്കിൽ മാത്രമേ അതിന് വാല്യൂ ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പം നമ്മുടെ കേരളത്തിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികളാണെങ്കിൽ ഇപ്പം നമ്മുടെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അവിടെ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ കേരള പാരാമെഡിക്കൽ കൗൺസിൽ എന്നൊരു കൗൺസിലിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെങ്കിൽ മാത്രമേ ആ കോഴ്സിന് വാല്യൂ ഉള്ളൂ. ഓക്കെ, അത് ദയവേത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ